ഈശംശിയാക്കി സ്തുതിയായിരിക്കട്ടെ. തെനാക് പെസഹ കാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച, യോഹന്നാന്റെ സുവിശേഷം 6:1-15 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വായിച്ചെടുക്കാനുണ്ട്. അന്ത്യത്താഴത്തിന്റെ അനുസ്മരണമാണെന്നും അല്ലെങ്കിൽ അന്ത്യത്താഴത്തിന്റെ ഒരു മുന്നാസ്വാദനമാണെന്നും അന്ത്യത്താഴത്തിന് ഈശോ ഉപയോഗിക്കാനിരിക്കുന്ന വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നതായിട്ടും ഈ ഈശോ നൽകുന്ന കരുണയുടെ വലിയ സമൃദ്ധിയെക്കുറിച്ചും ആ സമൃദ്ധി 12 കുട്ട നിറയെ മിച്ചം വന്നതിനെ കുറിച്ചും നമ്മളൊരു കുറേയധികം കാര്യം നമുക്ക് ഇവിടെ വായിച്ചെടുക്കാൻ സാധിക്കും. ഇനി സുവിശേഷം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ഈശോ ഇത് പ്രസന്റ് ചെയ്യുന്നൊരു രീതിയാണ്. ഈശോ പറയുന്നതിനാണ് ഇങ്ങനെ എന്താണ്, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്നും അപ്പം വാങ്ങും. ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ട് ഇവർ വിശന്നിരിക്കുകയാണെന്നൊക്കെ മനസ്സിലാക്കി ഈശോ പറയും, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്നും അപ്പം വാങ്ങും. അപ്പൊ ഇത് ഇങ്ങനെ ഈശോ ഇത് പീലിപ്പോസിനോട് ചോദിക്കുന്നത്. പീലിപ്പോസിനോട് ചോദിക്കുമ്പോഴത്തേക്ക് അതിനടുത്ത വാക്യം യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തുന്നത് ശ്രദ്ധേയമാണ്. യോഹന്നാൻ 6:6 ആ വാക്യം. യോഹന്നാൻ 6:6 പറയുന്നതിനാണ്, അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതി. ഈ ഒരു വാക്യം വളരെ മനോഹരമായ ഒരു വാക്യമാണ്. അതായത് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന സകലമായ ഇടപെടലുകളിലും നമുക്ക് ഈ വാക്യം കൂട്ടിച്ചേർത്ത് വായിക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മളിങ്ങനെ ഭയങ്കരമായ ഒരു ക്രൈസിസിൽ ഇനി എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ലാതെ, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കാൽക്കുലേഷൻസ്, നമ്മുടെ ഒരുപാട് കണക്കുകൂട്ടലുകളൊക്കെ വെച്ചിട്ട് ഇനി മുമ്പോട്ട് പോയാൽ എന്ത് സംഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ ഈശോയെ കുറിച്ച് സുവിശേഷം പറയുകയാണ്, എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഓൾറെഡി ഈശോയ്ക്ക് അറിയാം ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടതെന്ന്. ഈശോ അപ്പം വർദ്ധിപ്പിക്കും, എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരാകും, ബാക്കി വരുന്നത് 12 കുട്ട നിറയെ ശേഖരിക്കും എന്നൊക്കെ ഉള്ളത് ഈശോയ്ക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഈശോയ്ക്ക് സംശയമൊന്നുമില്ല, ഈശോയ്ക്ക് അറിയാം ഇനി കൂട്ടത്തെ ചെയ്യണമെന്ന്. പക്ഷെ ഈശോ ഇങ്ങനെ പരീക്ഷിക്കാനായിട്ട് ചോദിക്കുക. പീലിപ്പോസിനോടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ പീലിപ്പോസ് പറയുന്ന മറുപടിയും ഈ ചോദ്യം ചോദിക്കാതെ എന്നിട്ട് വേറൊരാൾ കയറി വേറൊരു മറുപടി പറയുന്നുണ്ട്, അന്ത്രയോസ്. ഈ രണ്ട് മറുപടികൾ വളരെ ശ്രദ്ധേയമാണ്. പീലിപ്പോസിന്റെ മറുപടി ഇങ്ങനെയാണ്. പീലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. 200 ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. നമ്മളിങ്ങനെ ബൈബിൾ സ്റ്റഡിയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ പറയുന്ന പ്രകാരം ഒരു സാധാരണ ജോലിക്കാരൻ, ഒരു കൂലിപ്പണിക്കാരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, 8 മാസത്തെ ശമ്പളമാണ്. 8 മാസം അയാൾ പണിയെടുത്താൽ സമ്പാദിക്കാവുന്ന ഒരു കാര്യമാണ് 200 ധനാറ എന്ന് പറയുന്നത്. 8 മാസത്തെ ശമ്പളം. അപ്പൊ അങ്ങനെ ഒരു കാൽക്കുലേഷൻ നടത്തിയാണ് ഇത്രയും ആളുകൾക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കാനായിട്ട് ഒരു കൂലിപ്പണിക്കാരൻ്റെ 8 മാസത്തെ ശമ്പളം കൊണ്ട് പോലും തികയത്തില്ല, അതിലും കൂടുതൽ വേണം എന്ന് അയാളൊരു കാൽക്കുലേഷൻ പറയാം. ഭയങ്കര കാൽക്കുലേഷനാണ്. ജോലിയുടെ ശമ്പളം, ഇവിടെ ഇരിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ട അപ്പം, ഇങ്ങനെ ഒരു ഭയങ്കരമായ കാൽക്കുലേഷൻ ഫിലിപ്പോസ് നടത്തി കഴിഞ്ഞു. പക്ഷേ യേശുവിന്റെ കരുണയുടെ കണക്കൂട്ടലിനെ കുറിച്ച് പീലിപ്പോസിന് വലിയ പിടിയില്ല താനും. എന്നാൽ അതിനെക്കുറിച്ച് പിടിയുള്ള ഒരാളാണ് അന്ത്രയോസ്. അന്ത്രയോസ് മുന്നോട്ട് നിന്നിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ശിഷ്യന്മാരിരുവരും ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ളൊരു കുട്ടി ഇവിടെയുണ്ട്. ഈ 5000-ഓളം വരുന്ന മനുഷ്യർ ഇങ്ങനെ ചുറ്റും കൂടിയിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് എ മിറക്കിൾ നീഡ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, നെയിം ഹോപ്പ്. ഈ ഒരു അത്ഭുതം നടക്കുന്നതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ പേരാണ് പ്രത്യാശ. വിശ്വാസമല്ല കേട്ടോ, പ്രത്യാശ. പ്രത്യാശയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ്. ഒരു അത്ഭുതം, ഒരു അനുഗ്രഹം, ഒരു സമൃദ്ധി ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നും കർത്താവിന് കൊടുക്കുന്ന നമ്മുടേതായിട്ട് നമ്മുടെ പങ്ക്, നമ്മുടെ ഷെയർ എന്ന് പറയുന്നത് ഇതാണ്, ഈ പ്രത്യാശയാണ്. നമ്മുടെ പ്രത്യാശ നമ്മൾ ഇതിൽ കുടിക്കുക. ഇതാണ് ഈശോയ്ക്ക് ആവശ്യം. ഈശോയിൽ എത്രത്തോളം പ്രത്യാശയുണ്ട്, ഈ പ്രത്യാശയോടുകൂടി. അപ്പം ഒന്നുമില്ല, ഈ 5 അപ്പവും 2 മീനും എന്നൊക്കെ പറയുന്നത് എടുത്തിട്ട് എങ്ങനെ കുറിച്ചിട്ട് എങ്ങനെ കൊടുക്കാനാ? പക്ഷെ അന്ത്രയോസിന് അറിയാം ഈശോ ശൂന്യതയിൽ നിന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതങ്ങനെ ഒരു പരിപാടി ഇതുവരെ നടന്നിട്ടില്ല, അങ്ങനെ ഒരു പരിപാടി സുവിശേഷത്തിലൊരിടത്തുമില്ല. പക്ഷേ ഈ ഈശോയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ എൻ്റെതായ എന്തെങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരു സമർപ്പണം, സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊരു പ്രത്യാശയുടെ പ്രതീകമാണ്. അതാണ് ഈ ഒപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള
അന്ത്രയോസിൽ നമുക്ക് കാണാൻ സാധിക്കും. പെസിമിസ്റ്റ് ആയിട്ടുള്ള ഫിലിപ്പോസിൽ നിന്നും നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. അതായത് ദോഷേകതൃക്ക് എന്നാണ് ഈ പെസിമിസ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അയാളിങ്ങനെ അതിനകത്ത് കുറവുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിലില്ല, ഇത്രയും ജനക്കൂട്ടമുണ്ട്, 8 മാസം ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളം പോലും തികയത്തില്ല. ഇങ്ങനെ അയാളിന്റെ പോരായ്മകളും ഇല്ലായ്മകളെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പെസിമിസ്റ്റ് ആണ്, ദോഷേകതൃക്ക. പക്ഷേ ഒരു ശുഭകരമായ കാര്യത്തെക്കുറിച്ച് ഒരു നന്മ ഉണ്ടാകുമെന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണ് ഓപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. അന്ത്രയോസ് അങ്ങനെയാ. അന്ത്രയോസ് ഇത് മതി, ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് ചെയ്തോളും ബാക്കി കാര്യങ്ങൾ എന്ന് ചിന്തിക്കുന്ന ഒരാൾ. അപ്പം ഈശോയുടെ മുമ്പിൽ നിൽക്കുന്ന 2 ശിഷ്യന്മാരിൽ നമ്മൾ ആരുടെ മനസ്സുള്ളവരാ? എന്തൊക്കെ കൊണ്ടുവന്നാലും ഇത് നടക്കാൻ പോകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഫിലിപ്പോസിനെ പോലെയാണോ? ഇത്രയൊക്കെ മതി, കർത്താവ് ബാക്കി കണ്ടോളും, ബാക്കി ചെയ്തോളും എന്ന് പറയാൻ പറ്റുന്ന അന്ത്രയോസിനെ പോലെയാണോ? ഇതാണ് നമുക്ക് മുമ്പിലുള്ള ചോദ്യം. നമുക്ക് മുമ്പിലുള്ള ഈ ചോദ്യത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു വാക്യം യോഹന്നാൻ 6:6 എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഇങ്ങനെ കരുതലുള്ള ഒരാളുടെ മുമ്പിലാണ് നമ്മൾ ഈ സമർപ്പണം നടത്തുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഫിലിപ്പോസ് പറഞ്ഞ പോലെ നമ്മുടെ കുറവുകളെ എണ്ണി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറത്തില്ല. മറിച്ച് എന്തുണ്ടോ ഏറ്റവും കുറവായിട്ട് എൻ്റെ കയ്യിൽ, അത് മതി, കർത്താവിന് കൊടുക്കുക, ബാക്കി കർത്താവ് ചെയ്തോളും എന്ന് ചിന്തിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. ഇപ്പൊ നമ്മളുടെയൊക്കെ ജീവിതത്തിലുടനീളം പഠിക്കുന്ന കുട്ടികളാവട്ടെ, ജോലിയിൽ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ഒരാളാവട്ടെ, അല്ലെങ്കിൽ ഒരു സമർപ്പിതന്റെ വലിയ കഴിവുകളോ വലിയ പ്രാഗൽഭ്യമൊന്നും ഇല്ലാത്തൊരു നേതാവ്, അല്ലെങ്കിൽ ഒരു സമർപ്പിതൻ, ഒരു വൈദികൻ, ഒരു സന്യാസിനി, അവർക്ക് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമായത്. എൻ്റെ കയ്യിൽ ഇതാ ഇത്രേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്ന, നമ്മൾ പറയുമല്ലോ, ഒരു ഗ്ലാസ് വെള്ളം കാണിച്ചിട്ട്, ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കാണിച്ചിട്ട് അധ്യാപകൻ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എന്ത് കാണുന്നു? ചില കുഞ്ഞുങ്ങൾ പറയും പകുതി ശൂന്യമാണെന്ന് പറയും. പകുതി ഇപ്പം അത് ഇത്ര ഇല്ല എന്നുള്ളതിനെ കുറിച്ചാണ് കുട്ടികൾ ആദ്യം പ്രതികരിക്കുന്നത്. പക്ഷെ ചില കുഞ്ഞുങ്ങൾ പറയുകയാണ് പകുതിയോളം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്ലാസ്, വെള്ളം ഉള്ളൊരു ഗ്ലാസ്. ഉള്ളതിനെ കാണാനും ഇല്ലായ്മകളെ വിട്ടുകളയാനും ഉള്ളൊരു മനസ്സ് ഈശോ നമ്മളിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നമുക്കുള്ളത് എന്തൊക്കെയാണോ വളരെ കുറവായിരിക്കാം, എങ്കിലും അതെനിക്കുണ്ട് എന്ന ചിന്തയിൽ അത് കർത്താവിനോട് ചേർത്ത് വെച്ചിട്ട് സമൃദ്ധിയിലേക്ക് നയിക്കപ്പെടുവാൻ നമ്മൾ പ്രവർത്തിക്കാന്നുള്ളതാണ്. മറിച്ച് ഈ ഫിലിപ്പോസിനെ പോലെ ഇല്ല എന്ന് പറഞ്ഞിട്ട് 200 ദിനാറിക്ക് മുന്നിൽ അപ്പോൾ ഇല്ലെന്നൊക്കെ പറയേണ്ട, കുറവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ മാറാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുക. ഈ സുവിശേഷമാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു ചിന്തയാണ്. ഫിലിപ്പോസിന്റെ പെസിമിസ്റ്റിക് സ്വഭാവം അല്ല നമുക്ക് ആവശ്യം, ഒപ്റ്റിമിസ്റ്റിക് കാഴ്ചപ്പാടുകൾ. ഒപ്റ്റിക് എന്നൊക്കെ പറയുന്നത് കാഴ്ചയുള്ള ദീർഘവീക്ഷണമുള്ള നന്മ സംഭവിക്കുമെന്ന് പ്രതീക്ഷയുള്ള അന്ത്രയോസിനെ പോലെ ഞങ്ങളുടെ കയ്യിൽ കർത്താവെ 5 അപ്പവും 2 മീനും ഉണ്ട്, ബാക്കി നീ എന്താ വെച്ചാൽ ചെയ്യ് എന്ന് പറയാൻ പറ്റുന്ന മനുഷ്യരായി മാറാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.